നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ വാഹന ഉടമകളും മാതാപിതാക്കളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായും ചെയ്യുന്നത്. ഇപ്പോൾ വേനൽക്കാലമാണ്. 2 മാസത്തെ മധ്യവേനൽ അവധിക്ക് സ്കൂൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായും ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ കുട്ടികൾ ഈ ടൈമുകളിൽ, അതായത് അവധിക്ക് വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിൽ വാഹനമെടുത്ത് റോഡിൽ ഓടിക്കുവാനും അല്ലെങ്കിൽ തിരക്ക് കുറഞ്ഞ പല സ്ഥലങ്ങളിലും ഓടിക്കുവാനും മറ്റു പല അപകടങ്ങൾ വരുത്തി വയ്ക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം മുൻനിർത്തിയാണ് ഇന്ന് ഈ വീഡിയോ പ്രധാനമായും ചെയ്യുന്നത്. ഇതിനുള്ള ഒരു സാഹചര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഏകദേശം വാഹന ഉടമകൾക്കും അറിയാത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, കുട്ടികൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ദോഷമെന്ന് പലർക്കും അറിയില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കുട്ടികൾ വാഹനം ഓടിച്ചിട്ട് പല രീതിയിലുള്ള നിയമ നടപടികൾ പല വാഹന ഉടമകൾക്കും വന്നിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ കൊടുക്കുന്നതും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതും രണ്ടും കുറ്റകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. 5000 രൂപ വരെ പിഴ കിട്ടേണ്ട സാഹചര്യം ഉണ്ട് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുവാൻ കൊടുക്കുന്നത്. അതുകൂടാതെ 199A ജുവനൈൽ ആക്ട് പ്രകാരം വാഹനം ഓടിക്കുന്നത്, അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നത് ഏകദേശം 25,000 രൂപ പിഴയും 3 വർഷം വാഹന ഉടമ അല്ലെങ്കിൽ രക്ഷാകർത്താവിന് തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ്. അതുകൂടാതെ തന്നെ കുട്ടികളാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഏകദേശം 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുവാനോ വാഹനം ഓടിക്കുവാനോ പറ്റുന്നതല്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, 1 വർഷം വരെ RC ക്യാൻസൽ ചെയ്യുവാനും അതിൽ വരുന്ന മറ്റ് നിയമ നടപടികൾ വാഹന ഉടമയോ അല്ലെങ്കിൽ RC ഓണർ രക്ഷാകർത്താവാണെങ്കിൽ അവർക്ക് നടപടി വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും, പ്രത്യേകിച്ച് ഈ അവധിക്കാലത്ത് കുട്ടികൾ വാഹനമെടുത്ത് റോഡിലിറങ്ങാൻ സാധ്യത ഉള്ളതിനാൽ, കാര്യം ഓരോരുത്തർ വാഹനം ഓടുമ്പോൾ അവർക്ക് ആകാംക്ഷ കൂടും. എന്തുകൊണ്ട് എനിക്ക് ഓടിച്ചുകൂടാ എന്നൊരു ആകാംക്ഷ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഈ ഓടുന്ന കുട്ടിക്ക് ഈ വാഹനത്തിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി എത്രയാണ്, എവിടെ ചവിട്ടി എവിടെ നിൽക്കും, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പലർക്കും അറിയുവാനായിട്ടുള്ള സാധ്യത തീരെയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മറ്റു പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ വാഹനം സേഫായിട്ട് ലോക്ക് ചെയ്ത് വച്ചിട്ട് വേണം പോകുവാനായിട്ട്.